റഷ്യ യുക്രൈൻ യുദ്ധം, ഇസ്രയേൽ ഇറാൻ യുദ്ധം, ഇതിന് പുറമെ ഏഷ്യയിലും മറ്റൊരു മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ പോകുന്നു എന്ന് നിർണായക റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തായ്വാനെ വിഴുങ്ങാൻ ചൈന തയ്യാറെടുക്കുന്നു എന്ന ഭയപ്പെടുത്തുന്ന ഡേവിഡ്സൺ വിൻഡോ റിപ്പോർട്ടുകൾ വീണ്ടും പുറത്തു വന്നിരിക്കുകയാണ്. 2027 ചൈന തായ്വാനെ ആക്രമിക്കുമെന്ന മുന്നറിയിപ്പുകൾ വെറുമൊരു ഭീഷണിയല്ല, മറിച്ച് നമ്മുടെ തൊട്ടു മുന്നിൽ നിൽക്കുന്ന ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാൻ പോകുന്ന ഒരു ആഗോള അടിയന്തരാവസ്ഥയാണ്. അമേരിക്കൻ ഇൻഡോ പസഫിക് കമാൻഡ് മുൻ മേധാവി അഡ്മിറൽ ഫിലിപ്പ് ഡേവിഡ്സൺ നൽകിയ മുന്നറിയിപ്പാണ് ഡേവിഡ്സൺ വിൻഡോ എന്ന് പറയപ്പെടുന്നത്. 2027 തായ്വാനെ സൈനികമായി കീഴ്പ്പെടുത്താനുള്ള പൂർണ്ണ ശേഷി ചൈനീസ് സൈന്യമായിട്ടുള്ള പീപ്പിൾസ് ലിബറേഷൻ ആർമി കൈവരിക്കുമെന്നാണ് ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. 2027 എന്നത് വെറുമൊരു വർഷമല്ല. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 21ാം പാർട്ടി കോൺഗ്രസ് നടക്കുന്നതും ചൈനീസ് സൈന്യത്തിന്റെ 100ാം വാർഷികം ആഘോഷിക്കുന്നതും ഇതേ വർഷമാണ്. അതുകൊണ്ട് തന്നെ അധികാരത്തിൽ തുടർന്നും കടിച്ചു തൂങ്ങാൻ ഷീ ജിൻപിങ്ങിന് ഈ യുദ്ധസജ്ജീകരണം വളരെ വളരെ അത്യാവശ്യമാണ്. ചൈനയുടെ പ്ലാൻ കേവലം ഒരു നേരിട്ടുള്ള യുദ്ധം മാത്രമല്ല. 2024 2025 അവർ നടത്തിയ സൈനിക അഭ്യാസങ്ങളും കഴിഞ്ഞ ഡിസംബറിലെ ജസ്റ്റിസ് മിഷൻ ഡ്രില്ലുകളും കാണിക്കുന്നത് തായ്വാനെ 4 ചുറ്റും വളഞ്ഞ് പൂർണ്ണമായും ഉപരോധിക്കാനുള്ള ചൈനയുടെ മാസ്റ്റർ പ്ലാനാണ്. ഇതിനെ പ്രതിരോധിക്കാൻ തായ്വാൻ ഒരു മുള്ളൻ പന്നി തന്ത്രമാണ് ഇപ്പോൾ പയറ്റുന്നത്, ഒരു പോർക്കുപൈൻ തന്ത്രം. എന്ത് വില കൊടുത്തും ചൈനയെ തടയാൻ ഹിമാർസ്, ഹാർപൂൺ ആന്റി ഷിപ്പ് മിസൈലുകൾ, ഡ്രോണുകൾ എന്നിവ വൻതോതിൽ വാങ്ങിക്കൂട്ടി തായ്വാൻ തങ്ങളുടെ അതിർത്തികളെ മരണക്കെണിയാക്കി മാറ്റുകയാണ്. ഈ 2027 യുദ്ധഭീഷണി കാട്ടി തായ്വാൻ പ്രസിഡന്റ് ലായ് ചിങ് തേ രാജ്യത്തെ പ്രതിപക്ഷത്തെ നിശബ്ദമാക്കി $14 ബില്യൺ അമേരിക്കൻ ആയുധ ഇടപാടുകൾക്കാണ് ഇപ്പോൾ നീക്കം നടത്തുന്നത്. മറുഭാഗത്ത് ഷീ ജിൻപിങ് ഈ യുദ്ധഭീതി ഉപയോഗിച്ച് സ്വന്തം സൈന്യത്തിലെ എതിരാളികളെ ഒതുക്കുകയും അധികാരം അരക്കിട്ടുറപ്പിക്കുകയും ചെയ്യും. ഇതിനിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകുന്ന അവ്യക്തമായിട്ടുള്ള സൂചനകൾ കാരണം അമേരിക്കയെ പൂർണ്ണമായും വിശ്വസിക്കാതെ സ്വന്തം നിലനിൽപ്പിനായി കൂടുതൽ ആയുധങ്ങൾ വാങ്ങാൻ തായ്വാൻ നിർബന്ധിതരാവുകയാണ്. 2027 വെറും ഒരു തയ്യാറെടുപ്പ് വർഷമാണ് എന്ന് ചിലർ പറയുന്നുണ്ടെങ്കിലും ചൈനയുടെ ഈ കടന്നുകയറ്റം ഏതു നിമിഷവും ഒരു ആഗോള യുദ്ധത്തിലേക്ക് വഴിമാറാം. ലോകത്തെ മുഴുവൻ സെമി കണ്ടക്ടർ വിതരണത്തെയും താറുമാറാക്കുന്ന ഈ ചൈനീസ് ഭീഷണി ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് നൽകുന്ന മുന്നറിയിപ്പ് ചെറുതല്ല. വിശ്വസിക്കാൻ കൊള്ളാത്ത അയൽക്കാരനെതിരെ നമ്മുടെ അതിർത്തികളും ആയുധപുരകളും സദാ സജ്ജമായിരിക്കണമെന്നാണ് നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ട പാഠം.